അതിപ്പോ ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ വിവാഹങ്ങൾ ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ്. നാരായണഗുരു പറഞ്ഞത് 9 പേരെ വിവാഹത്തിൽ പങ്കെടുക്കുന്നുള്ളൂ എന്നാണ്. 9000 പേരെ വിളിച്ചിട്ടും തീർന്നില്ല. 9 പേരെന്ന ഗുരു പറഞ്ഞ വധുവരൻ, വധുവിന്റെ വരന്റെ അച്ഛനമ്മമാര്, സാക്ഷികളായിട്ടുള്ള ഒരു നാട്ടിലെ ആരെങ്കിലും, പിന്നെ വധുവിന്റെ വരന്റെ ഓരോ സുഹൃത്തുക്കൾ, ഇത്രയും പേരെന്നാണ് ഗുരു പറഞ്ഞത്. അപ്പൊ ഗുരുവിന്റെ പടത്തിന് ചുറ്റും തന്നെ ഒരു 90 പേരുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു ജീവിത രീതി ഞാനിത് പറയാൻ കാരണം, പരിസ്ഥിതി ബോധം എന്ന് പറയുന്നത് പ്രകൃതിയോടുള്ള ഒരു കേവലാരാധനയല്ല. അതാണ് അതിന്റെ ഏറ്റവും മർമ്മസ്പർശിയായ രാഷ്ട്രീയ ഉള്ളടക്കം. പലപ്പോഴും നമ്മൾ ഈ ഭീമാകാരമായ പടുകൂറ്റൻ വീടുകളൊക്കെ ഉണ്ടാക്കി, പണ്ടൊരു ഭരിതം ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കണ്ടോന്ന് പറഞ്ഞൂടാ. പണ്ട് നമ്മുടെ ഈ ലോ കോസ്റ്റ് വീടുകൾ ഉണ്ടായിരുന്നല്ലോ, ലാറി ബേക്കർ ഉണ്ടാക്കിയ. അപ്പൊ അതിനെ കുറിച്ച് എന്തായാലും ഭരിതം വെച്ചാൽ എത്ര പണം ചെലവായാലും വേണ്ടില്ല ഒരു ലോ കോസ്റ്റ് വീട് പണിയണമെന്നാണ്. കാരണം ഇതൊരു കാഴ്ച വസ്തുവാണ്, അല്ലാതെ ഒരു മൂല്യമല്ല. എന്നതുപോലെ വലിയ പട്ടുകൂറ്റൻ ഭീമാകാരമായ 2-3 പേർക്ക് താമസിക്കാനായി 4000 സ്ക്വയർ ഫീറ്റ് വീട് പണിതതിനു ശേഷം ചുറ്റും പച്ചപ്പും അല്ലെങ്കിൽ മുളന്തണ്ടും വച്ച് പിടിപ്പിക്കുന്നതിന് നിങ്ങൾ പാരിസ്ഥിതികത എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. നിശ്ചയമായിട്ടും മനുഷ്യർ പ്രകൃതിയിൽ ഇടപെട്ടും പ്രകൃതിയെ രൂപാന്തരപ്പെടുത്തിയുമാണ് ഇതുവരെ എത്തിയത്. നമ്മുടെ കൃഷി എന്നത് പ്രകൃതിയിൽ ഇടപെടലാണ്. മനുഷ്യൻ എന്ന ജന്തുവിന്റെ തന്നെ സവിശേഷത പ്രകൃതിക്കുള്ളിൽ നിലനിൽക്കുമ്പോൾ തന്നെ പ്രകൃതിയുമായി ഇടപെടുന്ന ഒരു ജന്തുവാണ് എന്നതാണ്. ഇപ്പൊ ഒരു മരത്തിൽ പഴമുണ്ട് എങ്കിൽ ഒരു ജന്തു ആ പഴത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ ചാടി നോക്കാം എന്നല്ലാതെ കിട്ടിയില്ലെങ്കിൽ ഉപേക്ഷിച്ച് പോകാനേ പറ്റുള്ളൂ. പിന്നെ കിട്ടാത്ത മുന്തിരിങ്ങ പൊളിച്ചതിനെ കുറിച്ചൊരു കഥ വേണമെങ്കിൽ പറയാം. മറിച്ച് മനുഷ്യന്റെ അടിസ്ഥാന സവിശേഷത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കിട്ടാത്തൊരു മുന്തിരിങ്ങയാണെങ്കിൽ തൊട്ടി കെട്ടി പറിക്കാന്നുള്ളതാണ്. ടൂൾ മേക്കിംഗ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ പ്രകൃതിയിൽ ഇടപെടലാണ്. അതുകൊണ്ട് പ്രകൃതിയിൽ ഇടപെടുന്നു എന്നുള്ളത് മാനുഷികതയുടെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് എന്നതൊരു വസ്തുതയായിരിക്കെ തന്നെ ഈ ഇടപെടലിന്റെ തോതും തരവും എന്താകണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ തോതും തരവും തീരുമാനിക്കുന്നിടത്താണ് പ്രകൃതി ബോധം എന്നത് നീതിബോധമായി, സാമൂഹ്യ ബോധമായി, രാഷ്ട്രീയ ഉത്തരവാദിത്വമായി ഒക്കെ മാറുന്നത്. അല്ലാതെ പ്രകൃതി ബോധത്തെ കേവലം ഒരു പ്രകൃത്യാരാധന, പ്രകൃതി സൗന്ദര്യത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യം എന്ന നിലയിൽ നമ്മുടെ വീട്ടുവളപ്പിലെ പച്ചപ്പ് എന്ന് കാണുകയല്ല വേണ്ടത്. ഏറ്റവും വിപുലമായ ഒരു രാഷ്ട്രീയ മൂല്യമാണ്, വിഭവനീതിയുടെ പ്രശ്നമാണ് പ്രകൃതി ബോധം, വിഭവനീതി. കാരണം ഒരു ഭൂമി ജന്മം നൽകിയ വിഭവങ്ങളിൽ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും തുല്യാവകാശമുണ്ട്. നിങ്ങളുടെ പാരമ്പര്യ സ്വത്ത് നിങ്ങൾക്ക് കൈമാറി കിട്ടുന്നത് പോലെ മനുഷ്യവംശത്തിന്റെ പാരമ്പര്യ സ്വത്താണ് പ്രകൃതി. അത് മനുഷ്യവംശത്തിന് അവകാശപ്പെട്ടതാണ്. ഈ മനുഷ്യവംശത്തിന്റെ ദീർഘചരിത്രത്തിൽ 100-200 കൊല്ലം അത് കൈയടക്കി വച്ച ഏതെങ്കിലും ഒരു സാമൂഹ്യ വിഭാഗം ലക്ഷോപലക്ഷം വർഷം കൊണ്ട് വികസിച്ചു വന്ന പ്രകൃതിയുടെ അടിസ്ഥാന വിഭവങ്ങളെ മുഴുവൻ കുത്തി കവർന്ന് തങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ ഒരുക്കി പ്രകൃതിയെയും സമൂഹത്തെയും ഒരു ചപ്പുകൂനയാക്കി മുമ്പോട്ട് പോകുന്നതിനെ നാം പുരോഗതി എന്നോ വികസനമെന്നോ കാണേണ്ടതില്ല. നോക്കൂ, ഞാൻ ഈ പറഞ്ഞ വാക്യം പുതിയ കാര്യമൊന്നുമല്ല. മാർക്സ് വളരെ മുമ്പ് പറയുന്ന ഒരു വാചകം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ മാർക്സ് എന്ന് പറയുന്നത് മാർക്സിനെ സ്ഥാപിക്കാൻ വേണ്ടിയല്ല കേട്ടോ, ഇത് മർമ്മസ്പർശിയായ ഒരു രാഷ്ട്രീയം ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മാർക്സ് പറഞ്ഞത്, ഒരു കൂട്ടം ജനങ്ങളോ ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളോ മനുഷ്യവംശം അപ്പാടെ തന്നെയോ ഭൂമിയുടെയും പ്രകൃതി വിഭവങ്ങളുടെയും ഉടമകളല്ല. പ്രകൃതിയുടെ ഉടമാവകാശം മനുഷ്യനില്ല. തുടർന്ന് അദ്ദേഹം പറയുന്നത്, തനിക്ക് കൈവന്ന സ്വത്ത് കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന ഒരു കുടുംബനാഥനെ പോലെ. ആ പ്രയോഗങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ ഇന്നുണ്ട്. കുടുംബനാഥനാണോ നാഥയാണോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ 18-19 നൂറ്റാണ്ടിന്റെ യുക്തി എന്ന് കണ്ടാൽ മതി. തനിക്ക് കൈവന്നത് കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന കുടുംബനാഥനെ പോലെ പ്രകൃതിയെ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നതാണ് മനുഷ്യന്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിന്റെ നിർവഹണമാണ് നിങ്ങൾ നടത്തുന്നത് എന്നതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ
കൂടുതൽ മനുഷ്യോചിതമായ നിലയിൽ, കൂടുതൽ നീതിപൂർണമായ നിലയിൽ പ്രകൃതിയെ അടുത്ത തലമുറയ്ക്ക് കൈമാറും. പ്രകൃതി എന്ന് പറയുന്നത് നാം കൊല്ലത്തിൽ ഒരിക്കൽ ടൂർ പോകുന്ന ഒരു സ്ഥലത്തിന്റെ പേരല്ല, നാം വസിക്കുന്നിടത്തിന്റെ പേരാണ്. ആദ്യം അവിടെയാണോ വയ്ക്കേണ്ടത്. നാം ആണ്ടിലൊരിക്കലോ എപ്പോഴെങ്കിലുമോ വിരുന്ന് ചെല്ലുന്ന ഒരു കാഴ്ച വസ്തുവിന്റെ പേരല്ല, നാമായി ഇരിക്കുന്ന സ്ഥാനത്തിന്റെയും നാമായി അനുഭവിക്കുന്ന ജീവിതത്തിന്റെയും ആകത്തുകയുടെ പേരാണ് പ്രകൃതി എന്ന്. അവിടെ ഒരു കാര്യം കൂടി ഓർക്കണം, ആ പ്രകൃതിയിലുണ്ടാകുന്ന ഓരോ വിനാശവും പ്രാഥമികമായി ബാധിക്കുന്നത് ആ സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരായ മനുഷ്യർ. പാരിസ്ഥിതിക നാശത്തിന്റെ ലോകത്തെവിടെയുമുള്ള ഒന്നാമത്തെ ഇരകൾ ലോകത്തെ അതിദരിദ്രരാണ്. അതിപ്പോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. നിങ്ങള് പുനരുജ്ജീവിപ്പിച്ചെടുത്ത ഒരു തോടിന്റെ വക്കിൽ ഒരു പുഴയരികത്ത് ആരുടെ ജീവിതത്തിനാണ് അതുകൊണ്ട് പ്രയോജനം ഏറ്റവും കൂടുതൽ കിട്ടിയത് എന്ന് ചോദിച്ചാൽ അവിടുത്തെ സാധാരണക്കാർക്ക്. കാരണം അവർക്ക് കുടിവെള്ളം കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറത്തെ ഒരു ടാപ്പിന് മുമ്പിൽ ക്യൂ നിന്ന് എടുക്കേണ്ട കുടിവെള്ളം തങ്ങളുടെ കിണറിൽ നിന്ന് കിട്ടുന്ന സ്ഥിതി ഇതുകൊണ്ടുണ്ടാകും. ഇത് വാസ്തവത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വിനാശകരമായി കഴിഞ്ഞ 2 നൂറ്റാണ്ട് കൊണ്ട് ബാധിച്ച ഒരു കാര്യം പ്രകൃതിയുടെ ഘടനയിലുണ്ടായ പരിവർത്തനങ്ങളാണ്. അത് ഏതോ ഒരു വിദൂര പ്രശ്നമാണ് എന്നാണ് നാം കുറച്ചു കാലം മുമ്പ് വരെ കരുതിയിരുന്നത്. ബംഗ്ലാദേശിൽ കൊടുങ്കാറ്റടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു സുന്ദര ലോകത്തെ കുറിച്ച് നാം ഇങ്ങനെ മിഥ്യാഭിമാനത്തിൽ ജീവിച്ചിരുന്നു. ഇപ്പോ എന്താന്ന് വെച്ചാൽ ആണ്ടോടാണ്ട് പ്രളയമായി, ആണ്ടോടാണ്ട് വരൾച്ചയായി, ആണ്ടോടാണ്ട് അതിവർഷങ്ങളായി, നാം ഒരിക്കലും കേട്ടിട്ടില്ലാത്ത പ്രയോഗങ്ങളൊക്കെ വളരെ സ്വാഭാവികമായി. ഒരു 5 കൊല്ലം മുമ്പ് നിങ്ങൾ മേഘവിസ്ഫോടനം എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ പക്ഷെ എല്ലാ കൊല്ലവും മേഘവിസ്ഫോടനം 3-4 എണ്ണം നമ്മുടെ പരിസരത്തുണ്ട്. 3000 മില്ലിമീറ്റർ മഴ പെയ്യുന്ന കേരളത്തിൽ ഒരു ദിവസം ഒരൊറ്റ പ്രദേശത്ത് 20 സെന്റിമീറ്റർ മഴ പെയ്യുന്നു. വയനാട് 57 സെന്റിമീറ്റർ മഴയാണ് മുണ്ടക്കയില് 2 ദിവസം കൊണ്ട് പെയ്തത്. ഇത് പ്രകൃതിയുടെ വെറും ഒരു താളം തെറ്റലല്ല. ഈ താളം തെറ്റലിന് ലോകവ്യാപകമായ സാമൂഹ്യ രാഷ്ട്രീയ തലങ്ങളുണ്ട്. ഞാൻ അത് മുഴുവനൊന്നും ഇവിടെ പറയല്ല, അത് മുഴുവൻ പറയേണ്ട ഒരു വേദിയും അല്ല ഇത്. എങ്കിലും ചില അടിസ്ഥാന മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ആഗോള താപനം എന്ന് പറയുന്നത് നമുക്കിനി തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നത് വാസ്തവത്തിൽ സംശയാസ്പദമാണ്. കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഫ്രണ്ട് ലൈൻ ഇന്ത്യ അതിഭീമമായ ചൂടിലേക്ക് പോയ ഒരു സന്ദർഭത്തിൽ ഒരു ഇഷ്യൂ അതിനെ കേന്ദ്രീകരിച്ച് എഴുതിയിട്ടുണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ചോ അറിഞ്ഞുകൂടാ. കഴിഞ്ഞ മെയ് 29, 2024 മെയ് 29 ഡൽഹിയിലെ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. 51 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡൽഹിയിലെ ടെമ്പറേച്ചർ. കൃത്യം 1 മാസം കഴിഞ്ഞ് ജൂൺ 28 ഡൽഹിയിൽ പെയ്ത മഴ 20 സെന്റിമീറ്റർ. ഈ 51 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ നിന്ന് 20 ഡിഗ്രി സെന്റിമീറ്റർ മഴയിലേക്ക് 1 മാസത്തിന്റെ അകലെയുള്ളൂ. 100 കൊല്ലത്തെ ഏറ്റവും ഉയർന്ന ചൂടാണ് ഡൽഹി കഴിഞ്ഞ മെയ് 29 അനുഭവിച്ചതെങ്കിൽ 78 കൊല്ലത്തെ ഏറ്റവും ഉയർന്ന മഴയാണ് ഈ 1 മാസത്തിനിപ്പുറം. കാലാവസ്ഥയുടെ 2 അറ്റങ്ങളിലേക്ക്, എക്സ്ട്രീംസിലേക്ക് ഒരു രാജ്യം ചെന്നുപെടാനായിട്ട് 1 മാസത്തെ അകലം പോലും വേണ്ട എന്ന നിലയിൽ നമ്മുടെ കാലാവസ്ഥ താളം തെറ്റിക്കുന്നു. ഇതിപ്പോ നമ്മളായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിച്ചാൽ ആവണമെന്നില്ല. പക്ഷെ നമ്മളായി ചെയ്യേണ്ട കാര്യങ്ങൾ നിശ്ചയമായിട്ടുണ്ട്. കേരളത്തിൽ താരതമ്യേന ഒരു പുരോഗതി സമീപകാലത്ത് നേടിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ 970-നും 2000 ആണ്ടിനും ഇടയില് അന്തരീക്ഷ താപത്തിന്റെ, ആഗോള താപത്തിന്റെ നിലയിലുള്ള വർധനവ് ഏതാണ്ട് 0.18 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു ഡിഗ്രിയുടെ 5-1 താഴെ 0.18. എന്നാൽ 2010-നും 2020-നും ഇടയില് ഏതാണ്ട് ഇത് ഇരട്ടിയായി. അത് 0.32 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ ഫ്രണ്ട് ലൈൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് സമീപകാലത്തെ ധാരാളം ശാസ്ത്ര ഗവേഷണങ്ങളുടെ വിവരങ്ങൾ അതില്
നൽകിയിട്ടുണ്ട്. അതിലവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, 1950-നും 2020-നും ഇടയില് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താപനിലയിൽ 1.2 ഡിഗ്രി സെൽഷ്യസിന്റെ വർധനവാണ് ഉണ്ടായത്. ഇപ്പോഴത്തെ നിലയിലുള്ള കാർബൺ എമിഷൻ തുടരുകയാണെങ്കിൽ, എക്സ്ട്രീം എമിഷനാണ് ഇപ്പൊ നടക്കുന്നത്. അത് എക്സ്ട്രീം എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1990 അന്തരീക്ഷ വായുവിലേക്ക് വിക്ഷേപിക്കപ്പെടുന്നത് 3500 കോടി ടൺ കാർബൺ ആയിരുന്നുവെങ്കിൽ, കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നുവെങ്കിൽ, ഇപ്പൊ അന്തരീക്ഷ വായുവിലേക്ക് വിക്ഷേപിക്കപ്പെടുന്നത് 6000 കോടി ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ആയി. 3500-ൽ നിന്ന് ഏതാണ്ട് 30 കൊല്ലം കൊണ്ട് നേരെ ഇരട്ടിയായി. 90-കളിൽ നമ്മൾ ക്യോട്ടോ ഉടമ്പടിയിലേക്ക് പോയിട്ടില്ല. 96-ലാണ് ക്യോട്ടോ പ്രോട്ടോക്കോളിനെ കുറിച്ചുള്ള ആലോചനകൾ വന്നത്. അന്തരീക്ഷ വായുവിലേക്കുള്ള കാർബൺ എമിഷൻ 2010 ആകുമ്പോഴേക്കും 96-ന്റെ നിലവാരത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരികയും പിന്നെ അതിന്റെ പകുതിയിലേക്ക് താഴ്ത്തണമെന്ന പ്രഖ്യാപനത്തോടെയാണ് ക്യോട്ടോ ഉടമ്പടി ആരംഭിച്ചത്. ഇപ്പോ 1990-ലെ 3500 കോടി ടൺ എന്നതിൽ നിന്ന് ഏതാണ്ട് 6000 കോടി ടണ്ണിലേക്ക് നമ്മുടെ അന്തരീക്ഷ വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വ്യാപനം വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് റിവേഴ്സിബിൾ ആണോ, ഇനി ഇറിവേഴ്സിബിൾ ആയ ഒന്നായി കഴിഞ്ഞോ എന്ന് ശാസ്ത്രലോകം സമൂഹവും ഒക്കെ ആശങ്കപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊന്നും ഇല്ലാന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകളുണ്ട് കേട്ടോ, ഒരു നിവൃത്തിയില്ല. അപ്പൊ ട്രംപ് അങ്ങനെ ഒരാളാണ്. മൂപ്പര് പറഞ്ഞത് ഇത് മുഴുവൻ പാശ്ചാത്യ ജീവിത രീതിക്കെതിരെ നടത്തുന്ന ഗൂഢാലോചനയാണ് എന്നാണ് ട്രംപിന്റെ അടിസ്ഥാന വിശ്വാസം. ആഗോളതാപനം ഇല്ലാത്തൊരു കാര്യമാണെന്നാണ് മൂപ്പര് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഒരു ദൗർഭാഗ്യം എന്താന്ന് വെച്ചാൽ, അങ്ങനെ ഒരാളൊക്കെ ലോകത്തെ ഏറ്റവും വലിയ രാജ്യത്തിന്റെ പ്രസിഡന്റായി തീരാം എന്നതാണ് ഈ ലോകം ചെന്നുവിട്ട വലിയൊരു ക്രൈസിസ്. ഒരാൾക്ക് വിവേകമില്ല, സാമൂഹ്യ ബോധമില്ല എന്നത് നമുക്കിപ്പോ തടയാൻ നിവൃത്തിയൊന്നുമില്ല. പക്ഷെ അയാൾ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ വലിയ പറയാം. ആ നിലയിലേക്ക് ലോകം പോകുന്നു. നമ്മുടെ നാട്ടിലും ചിലരൊക്കെ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് കരുതുന്നുണ്ട്. വാസ്തവത്തിൽ മാറി വരുന്ന ലോകത്തിന്റെ ഘടനയെ കാണാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറയൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ ഇപ്പൊ മാർക്സ് ക്യാപിറ്റലിൽ എഴുതിയ ഒരു വാക്യം എന്താന്ന് വെച്ചാൽ, മുതലാളിത്ത കൃഷി തൊഴിലാളിയുടെ അധ്വാനത്തെ എന്ന പോലെ എല്ലാ വിഭവങ്ങളുടെയും സ്രോതസ്സായ പ്രകൃതിയെയും അടിതൊരന്നില്ലാതാക്കും. മുതലാളിത്ത വളർച്ച തൊഴിലാളിയുടെ അധ്വാനത്തെ മാത്രം ചൂഷണം ചെയ്ത് അവസാനിക്കുന്ന ഒന്നല്ല. മാർക്സിന്റെ പ്രയോഗമാണ് എല്ലാ വിഭവങ്ങളുടെയും സ്രോതസ്സായ പ്രകൃതി. മാർക്സ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും അവസാനം എഴുതിയത് ജർമ്മൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അവരുടെ പാർട്ടി പ്രോഗ്രാം തയ്യാറാക്കി. ഗോധ പ്രോഗ്രാം എന്നാണ് അതിന്റെ പേര്. ആ പ്രോഗ്രാമിനെ വിമർശിച്ചുകൊണ്ട് മാർക്സ് എഴുതിയതും അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് പ്രസിദ്ധീകരിക്കാതിരുന്നതും പിൽക്കാലത്ത് പ്രസിദ്ധീകരിച്ചതുമായ ഒന്നാണ് ക്രിട്ടിക് ഓഫ് ഗോധ പ്രോഗ്രാം. പരസ്യമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അത് പ്രസിദ്ധീകരിക്കേണ്ടായില്ല. പക്ഷെ പിന്നീട് അത് പുറത്തു വന്നു. അതിൽ മാർക്സ് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്താണെന്നറിയോ? എല്ലാ വിഭവങ്ങളുടെയും സ്രോതസ് അധ്വാനമാണ്, തൊഴിലാളിയുടെ അധ്വാനമാണ് എന്നതിൽ വാദിക്കുന്നുണ്ട്. സോഷ്യൽ ഡെമോക്രാറ്റ് അവിടുത്തെ സോഷ്യലിസ്റ്റ് മൂവ്മെന്റിന്റെ മാനിഫെസ്റ്റോ ആണ്, പാർട്ടി പ്രോഗ്രാം. എല്ലാ വിഭവങ്ങളുടെയും സ്രോതസ് അധ്വാനമാണ്. മാർക്സ് പറഞ്ഞത് അതൊരു അതിഭൗതികമാണ്. എല്ലാ വിഭവങ്ങളുടെയും സ്രോതസ് അധ്വാനമാണെന്ന് പറയുന്നത് അധ്വാനത്തിന് ഒരു അതിഭൗതിക പദവി കൽപ്പിച്ചു കൊടുക്കലാണ്. അധ്വാനമടക്കം എല്ലാ വിഭവങ്ങളുടെയും സ്രോതസ് പ്രകൃതിയാണ്. ഇത് കാണാതെ പോയിക്കൂടാ എന്ന് അദ്ദേഹം എഴുതുന്നത് 1883-ലാണ്. നമ്മൾ അത് കഴിഞ്ഞ് ഏതാണ്ട് 140 കൊല്ലം ഇപ്പോഴും മുമ്പോട്ട് പോകുന്നതിന് ശേഷവും പ്രകൃതി എന്ന് പറയുന്നത് ഒരു കാഴ്ച വസ്തുവാണ് എന്ന് കരുതുന്ന വിപരീത യുക്തിയിൽ നിന്ന് പുറത്തു കടന്നിട്ടില്ല.
അതുകൊണ്ട് പ്രകൃതിയുടെ ഞാൻ ഇങ്ങനെ പറയുന്നത് നേരത്തെ പറഞ്ഞ മധ്യവർഗപരമായ ഉപരിവർഗപരമായ പ്രകൃതി ബോധത്തിന്റെ ഒരു തരത്തിലുള്ള സുഖശീതളിമയുടെ ഒരു പ്രകൃതി ബോധം ഉണ്ടല്ലോ. ഞാനതൊരു വലിയ കുറ്റായിട്ട് പറയല്ല, പക്ഷെ ഒരു സമൂഹത്തിന്റെ പ്രകൃതി സങ്കല്പം അങ്ങനെ ആയിക്കൂടാ. പ്രകൃതിയെ നിങ്ങൾക്ക് ആരാധിക്കാൻ പാകത്തിനല്ല മനുഷ്യര് പ്രകൃതിയിൽ ഇടപെട്ടത്, മറിച്ച് പ്രകൃതിയെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടാണ്. പക്ഷെ ഈ രൂപാന്തരണത്തിന്റെ തോത് എന്താവണം? ആ തോത് ലളിതമായിട്ട് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതും പ്രകൃതിയിലേക്ക് കൊടുക്കുന്നതും തമ്മിലുള്ള ഒരു ബാലൻസാണ്. പ്രകൃതിയിൽ നിന്ന് നിങ്ങൾക്ക് പുഴയിൽ നിന്ന് മണൽ വാരാം, അതിൽ തെറ്റൊന്നുമില്ല. എത്രത്തോളം? വർഷാവർഷം പുഴയിലേക്ക് ഒഴുകി വരുന്നത്തോളം. എത്ര മണലാണോ ഒഴുകി വരുന്നത്, എല്ലാ കൊല്ലവും മലകളിൽ നിന്ന് മണലൊഴുകി വരും. ഒഴുകി വരുന്നതിന്റെ തോതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ഒരു വർഷം ഒഴുകി വരുന്നതിന്റെ 10-15 മടങ്ങ് ഒരു വർഷം വാരിയെടുക്കാൻ തീരുമാനിച്ചാൽ പിന്നെ പുഴ എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ചെളിപ്പുണ്ടാവും. കേരളത്തിലെ പുഴകൾക്ക് സംഭവിച്ച അടിസ്ഥാനപരമായ മാറ്റങ്ങളിൽ ഒന്ന് ഇത് ഈ നിലയിലുള്ള കുത്തിക്കവരലിന്റെ വിഷയമായി തീരുകയും ശുദ്ധജലം ഒഴുകിയെത്തി അഴിമുഖങ്ങളില് വലിയ തോതിലുള്ള സവിശേഷമായ മത്സ്യപ്രജനന കേന്ദ്രങ്ങൾ വികസിച്ചു വരികയും ചെയ്തതിൽ നിന്ന് വലിയ മാറ്റമാണ്. ഏതാണ്ട് 6% മാത്രം കടലോരമുള്ള കേരളത്തിൽ നിന്ന് ഇന്ത്യയിലെ മൊത്തം മത്സ്യസമ്പത്തിന്റെ 20-25% വരെ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് നമ്മുടെ മത്സ്യസമ്പത്ത് ഉൽപാദനം എത്രയോ പുറകോട്ട് പോയി എന്ന് നമുക്കറിയാം. കേരള തീരങ്ങളിൽ മാത്രം കണ്ടിരുന്ന എത്രയോ മത്സ്യ ഇനങ്ങൾ കേരള തീരത്ത് നിന്ന് അപ്രത്യക്ഷമായി എന്ന് നമുക്കറിയാം. എംഗൽസ് പറഞ്ഞതാണ്, നിങ്ങൾ പുഴയിൽ നിന്ന് മണ്ണ് വാരുന്നു, പുഴ ചെളിക്കുണ്ടായിത്തീരുന്നു, ഒഴുകിയെത്തുന്ന ജലം ജീവാംശമുള്ള ഓക്സിജൻ വേണ്ടത്ര ലഭ്യതയുള്ള ജലത്തിന് പകരം കലങ്ങി മറിഞ്ഞ ചെളിവെള്ളമായി കടൽ തീരത്തേക്ക് എത്തുകയും അഴിമുഖങ്ങളൊക്കെ ആ നിലയിൽ രൂപാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മത്സ്യസമ്പത്ത് വലിയ തോതിൽ അവിടെ വിട്ടുപോകുന്ന സ്ഥിതിയുണ്ടാകും. ഇതിങ്ങനൊരു ശൃംഖലയാണ്. ഈ ശൃംഖലയിൽ ഒരറ്റത്തുണ്ടാകുന്ന മുറിവ്, ഇവിടെ ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറഞ്ഞല്ലോ, ഒരറ്റത്തുണ്ടാകുന്ന മുറിവ് അവിടെ അവസാനിക്കില്ല, അത് പല പ്രതലങ്ങളിലേക്ക് പടരും. ആ പടർച്ചയുടെ ഇപ്പൊ കേരളത്തിലെ സമുദ്രതീരങ്ങളിൽ മത്സ്യസമ്പത്ത് കുറഞ്ഞതിന്റെ ആദ്യത്തെ ഇര ആരാണ്? ആദ്യത്തെ ഇര കേരളത്തിലെ സമുദ്രതീരത്തെ ഏറ്റവും നിസ്വരായ ദരിദ്രരായ മത്സ്യത്തൊഴിലാളികൾ. അവരുടെ വിഭവത്തിലും അവരുടെ സമ്പത്തിലും അവരുടെ ഉപജീവനത്തിലുമാണ് അത് ഏറ്റവും ആഘാതം ഉണ്ടാക്കിയത്. മധ്യവർഗത്തിലും ഉപരിവർഗത്തിലും പെട്ട ആളുകൾ ഇപ്പോഴും നന്നായി മീൻ കഴിക്കുന്നുണ്ട്, പണം കൊടുത്ത് മീൻ വാങ്ങുന്നുണ്ട്. അവരുടെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾക്കൊന്നും കുറവൊന്നും വരുത്തിയിട്ടില്ല. അവർ കുറവൊന്നും വരുത്താതെ തന്നെ അവരവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അടിസ്ഥാന കേരളത്തിലെ കർഷക തൊഴിലാളികളായി അവശേഷിക്കുന്നവരുടെ ജീവിത നിലവാരം എന്താണ്? എത്ര ദിവസം തൊഴിലെടുക്കാവുന്ന മട്ടിൽ കേരളത്തിലെ കാർഷിക വൃത്തി ഇപ്പൊ ബാക്കിയുണ്ട്? അപ്പൊ നിങ്ങൾ 5600 ഹെക്ടർ കൃഷിഭൂമി തിരിച്ചു പിടിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. 5600 ഹെക്ടർ കൃഷിഭൂമി എന്ന് പറയുന്നത് വെറും കൃഷിഭൂമിയല്ല, ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ കൂടിയാണ്.